പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നിവിടെ വായനയും കുട്ടികളും എന്ന വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഒരു വ്യക്തിയുടെ സമഗ്ര വളർച്ചയ്ക്ക് പിന്നിൽ വായന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനും വ്യക്തിത്വ വികസനത്തിനും വായന നമ്മെ സഹായിക്കുന്നു. ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. പുസ്തകങ്ങളും ചങ്ങാതിമാരും ഒരുപോലെയാണെന്ന് പറയാറുണ്ട്. ഒരു നല്ല പുസ്തകം ഒരുവനെ നല്ല പാതയിലേക്ക് നയിക്കുന്നു. തെളിഞ്ഞ വായന മനുഷ്യന്റെ മഹത്വം വിളിച്ചു പറയുന്നു. ഞാൻ പുസ്തകങ്ങളെ സ്നേഹിക്കുന്നു. സുഹൃത്തുക്കളുടെ ക്ഷാമം ഞാൻ പുസ്തകങ്ങളിലൂടെയാണ് നികത്തുന്നത്. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ വാക്കുകളാണിത്. വായനയാണ് അദ്ദേഹത്തെ ഉയരങ്ങളിൽ എത്തിച്ചത്. വായനയെ കുറിച്ച് കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകൾ നിങ്ങൾക്കേവർക്കും സുപരിചിതമാണല്ലോ. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്നാണ് അദ്ദേഹം വായനയുടെ പ്രാധാന്യത്തെ പറ്റി പരാമർശിച്ചത്. പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങാത്ത ആഴവും പരപ്പുമേറിയ വായനാശീലമാണ് വിദ്യാർത്ഥികൾ വളർത്തിയെടുക്കേണ്ടത്. ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ കുട്ടികൾ വായന ഒരു ശീലമാക്കി വളർത്തിയെടുക്കണം. ആരോഗ്യമുള്ള ശരീരത്തിന് വ്യായാമം എങ്ങനെയാണോ അതുപോലെ പ്രധാനമാണ് ആരോഗ്യമുള്ള മനസ്സിന് പുസ്തക വായനയും. വായന നമ്മുടെ സംസ്കാരമാവണം, ശീലമായി മാറണം. പുസ്തകങ്ങളെ നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്താക്കി മാറ്റാൻ കഴിയണം. അറിവ് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വായന. വായന വളരണമെങ്കിൽ പുസ്തകങ്ങളോടുമായുള്ള ചങ്ങാത്തം അനിവാര്യമാണ്. ഇന്ന് കുട്ടികളിൽ വായനാശീലം പൊതുവെ കുറഞ്ഞു വരികയാണ്. ഇതിനു കാരണം ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനമാണ്. ഇന്റർനെറ്റ് യുഗത്തിൽ വായന സ്മാർട്ട് ഫോണുകളിലേക്ക് ചുരുങ്ങി. മുമ്പ് ആധുനിക പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും പത്രമാധ്യമങ്ങളിൽ നിന്നും ലഭിച്ചിരുന്ന വിഭവങ്ങൾ ഇന്ന് വിരൽത്തുമ്പിൽ ലഭ്യമായതോടെ വായനയും കുറഞ്ഞു. എത്ര പുസ്തകങ്ങൾ വായിച്ചു എന്നതിലല്ല, വായിച്ച പുസ്തകത്തിൽ നിന്നും എന്ത് നേടി എന്നതിലാണ് നാം മൂല്യം കണ്ടെത്തേണ്ടത്. എല്ലാ വീടുകളിലും പുസ്തക ശേഖരം വേണം. കഴിവിനനുസരിച്ച് വായിക്കണം. വായിച്ച് വായിച്ച് കഴിവ് വർദ്ധിപ്പിക്കണം. ഇപ്പോൾ തുടങ്ങാം. നുറുങ്ങു കവിതകളിലൂടെ, ചെറിയ ചെറിയ കഥകളിലൂടെ നിറയട്ടെ വായനയുടെ വസന്തം. വായിച്ചു വായിച്ചു വളരുക, വലുതാവുക. ലോകത്തെ നല്ല പാതയിലേക്ക് നയിക്കാൻ പ്രാപ്തി നേടുക. വായന നമുക്ക് ശീലമാക്കാം. വായനയെ കുറിച്ച് ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞ വാക്കുകൾ ഇതാണ്: ചില പുസ്തകങ്ങൾ രുചിച്ചു നോക്കേണ്ടവയാണ്, ചിലത് വിഴുങ്ങേണ്ടതും, അപൂർവം ചിലത് ചവച്ചരച്ച് ദഹിപ്പിക്കേണ്ടതും. അദ്ദേഹത്തിന്റെ വാക്കുകളെ സ്മരിച്ചുകൊണ്ട് വായനയുടെ പ്രാധാന്യത്തെ പറ്റി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ
എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി,